പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലെ ഏറ്റുമുട്ടൽ തുടരുന്നു. വ്യോമസേനാ താവളത്തിൽ ഇനിയും ഭീകരർ ഉണ്ടോ എന്നത് വ്യക്തമല്ലെന്ന് ആഭ്യന്തര സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമുട്ടലിൽ 7 സൈനികരും 4 ഭീകരരുമാണ് കൊല്ലപ്പെട്ടത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പിതാവ് ദില്ലിയിലേക്ക് തിരിച്ചു. നാളെ പാലക്കാട് എളമ്പുലശ്ശേരി UP സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം കുടുംബ വീട്ടിൽ സംസ്കരിക്കും. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാറിന്റെ മരണവിവരമറിഞ്ഞ് നിരവധി പേരാണ് മണർകാട്ടെ കളരിക്കൽ വീട്ടിലെത്തുന്നത്. അച്ഛന്റെ അമ്മയും ഇളയച്ചൻ ഹരികൃഷ്ണന്റെ കുടുംബവുമാണ് നാട്ടിലുള്ളത്. നിരഞ്ജൻ കുമാർ ജനിച്ചതും വളർന്നതും ബംഗളൂരുവിലാണ്. 30 വർഷമായി നിരഞ്ജൻ കുമാറിന്റെ അച്ഛൻ ശിവരാജൻ ബംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സിൽ ജീവനക്കാരനാണ്. പരേതയായ രാജേശ്വരിയാണ് മാതാവ്. ഭാര്യ ഡോക്ടർ രാധികയും ഏകമകൾ 2 വയസ്സുകാരി വിസ്മയയും നിരഞ്ജൻ കുമാറിനൊപ്പമായിരുന്നു താമസം. മൃതദേഹം ബംഗളൂരുവിൽ നിന്ന് മണർകാട്ടെ തറവാട്ട് വീട്ടിലെത്തിക്കുമെന്ന് ഇളയച്ചൻ ഹരികൃഷ്ണൻ പറഞ്ഞു. ഇന്ന് രാത്രി തന്നെ ഡൽഹിയിലെത്തുള്ളൂ. ഡൽഹിയിൽ നിന്ന് പിന്നെ ബാംഗ്ലൂരിലെത്തണം. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഏകദേശം ഇന്ന് രാത്രി തീരുമാനമാവും. അതുവരെ ടൈമിങ് രാത്രിയോട് കൂടിയിട്ടേ പറയാൻ പറ്റുള്ളൂ. 9 വർഷം മുമ്പ് MEGയിൽ ചേർന്ന നിരഞ്ജൻ കുമാർ 3 വർഷമായി NSGയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലായിരുന്നു. ബംഗളൂരു സ്ഫോടന കേസ് അന്വേഷണ സംഘത്തിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഓണത്തിന് കുടുംബസമേതം നാട്ടിലെത്തിയിരുന്നു. ഭാഗ്യലക്ഷ്മി, ശരത്, ശശാങ്കൻ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തടിയന്റെവിട നസീറിനും ഷഹനാസിനുമെതിരെ എറണാകുളം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം NIAക്ക് കൈമാറിയേക്കും. ഷഹനാസ് ഇമെയിൽ വഴി വിദേശത്തുള്ളവരുമായി ഗൂഢാലോചന നടത്തിയതായും തീവ്രവാദ ആക്രമണത്തിന് ഇരുവരും പദ്ധതിയിട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കി. തീവ്രവാദ ആക്രമണത്തിന് ഷഹനാസും തടിയന്റെവിട നസീറും പദ്ധതിയിട്ടിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി വിദേശത്തുള്ളവരുമായി ഗൂഢാലോചന നടത്തിയതായും കണ്ടെത്തി. നേരത്തെ ഷഹനാസ് പിടിക്കപ്പെട്ടപ്പോൾ പോലീസ് ശേഖരിച്ച കത്തുകളും ഷഹനാസിന്റെ ഇമെയിൽ സന്ദേശങ്ങളും പരിശോധിച്ചാണ് ഈ നിഗമനത്തിലെത്തിയത്. ഇരുവർക്കുമെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. ഷഹനാസിന്റെ ഇമെയിൽ സന്ദേശങ്ങൾ പോലീസ് വീണ്ടും വിശദമായി പരിശോധിക്കും. രാജ്യത്തെ വിവിധ തീവ്രവാദ കേസുകളിൽ ശിക്ഷയനുഭവിക്കുന്ന തടിയന്റെവിട നസീറിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിനായിരുന്നു ഷഹനാസ് പിടിയിലായത്. തീവ്രവാദ കേസായതിനാലും വിദേശ ബന്ധമുള്ളതിനാലും ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശമ്പള പരിഷ്കരണം ഈ മാസം അവസാനത്തോടെ നടപ്പിലാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സിവിൽ സർവീസിൽ കാതലായ മാറ്റം അനിവാര്യമാണ്. ഇത്രയും അധികം ജീവനക്കാരും തസ്തികകളും ആവശ്യമാണോ എന്നത് പരിശോധിക്കും. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, അവർ പണിയെടുക്കുന്നുണ്ടോ എന്നും അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അടൂരിൽ KGOU സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ശമ്പള കമ്മീഷൻ നടപ്പാക്കേണ്ട ഫെബ്രുവരി 26 മുമ്പ് നടപ്പാക്കിയാൽ മതി കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച്. പക്ഷേ അത്രയും കൊണ്ടുപോകാതെ ജനുവരി അവസാനത്തോടുകൂടി ശമ്പള പരിഷ്കരണം നടപ്പാക്കും എന്നതാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ സമീപനം. സിവിൽ സർവീസിൽ വലിയൊരു പൊളിച്ചെഴുത്തിന് കേരളത്തിന് അനിവാര്യമാണ്. സിവിൽ സർവീസിൽ കാതലായ മാറ്റത്തിന് ആവശ്യതയുണ്ട്. അനാവശ്യമായ തസ്തികകൾ, ആവശ്യമില്ലാത്ത തസ്തികകൾ, ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ ധാരാളം എന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും കാര്യക്ഷമത ഉണ്ടാക്കാൻ വേണ്ടി അത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കണ്ണൂർ ചക്കരക്കല്ലിൽ RSS ആക്രമണം. 2 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. PV ജോഷില ചേരുന്നു. ജോഷില, വിശദാംശങ്ങൾ. ഹലോ ജോഷില, എന്താണ് സംഭവിച്ചത്? കണ്ണൂർ ചക്കരക്കല്ലിലാണ് സംഭവം നടന്നിട്ടുള്ളത്. കണ്ണൂരിൽ ചക്കരക്കല്ലിൽ ബൈക്ക് യാത്ര ചെയ്യുകയായിരുന്ന പള്ളിയാങ്കോവിലെ രാജേഷ്, സജേഷ് എന്നിവരെ ബോംബെറിഞ്ഞ് വീഴ്ത്തുകയായിരുന്നു. അതിനുശേഷം വാളുകൊണ്ട് വെട്ടുകയായിരുന്നു. വെട്ട് ഗുരുതരമാണ്. ഇവരെ AKG ആശുപത്രിയിൽ, കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കോഴിക്കോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സംഭവത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്നാണ് CPIM പറയുന്നത്. PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ചക്കരക്കല്ലിൽ RSS ആക്രമണം. കണ്ണൂരിൽ ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണം എല്ലാവരിലും എത്തിക്കുക, പരമ്പരാഗത അറിവിനെ വർഗീയ ശക്തികൾ തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിനെ തടയുക എന്ന ലക്ഷ്യത്തോടെ CPIMന്റെ പിന്തുണയോടെ ആണ് 1200 പേരുടെ യോഗ പ്രദർശനം കണ്ണൂരിൽ സംഘടിപ്പിച്ചത്. യോഗ പരിശീലനം സിദ്ധിച്ച 1000 പേരുടെ പ്രകടനത്തിന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം ഇന്ന് സാക്ഷിയാവും. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ സംരംഭത്തിന് എല്ലാ പിന്തുണയുമായി CPIM മുന്നിലുണ്ട്. ഇന്ത്യൻ മാർഷൽ അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ കായിക പ്രവർത്തനങ്ങളെയും കായികാഭ്യാസത്തെയും അതുപോലെ യോഗയെയുമെല്ലാം
പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. ഇത് CPMൻ്റെ ഒരു പോഷക പ്രസ്ഥാനമല്ല. ഈ രംഗത്ത് താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുക. അവർ ഏത് രാഷ്ട്രീയക്കാരാവട്ടെ, രാഷ്ട്രീയം ഇല്ലാത്തവരാവട്ടെ, അവർക്കെല്ലാം പരിശീലനം കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനങ്ങളാണ്. അണികൾക്ക് മുസ്ലിം ലീഗിന്റെ കർശന നിർദ്ദേശം. മുന്നണി മര്യാദ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ലീഗിന്റെ നിർദ്ദേശം. നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മറ്റ് ഘടകകക്ഷികളും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും ലീഗ് വ്യക്തമാക്കി. പാർട്ടി നിലപാടുകൾക്കെതിരായ നീക്കം അച്ചടക്ക ലംഘനമായി കണക്കാക്കുന്നതാണ് എന്ന് ഒന്നുകൂടി സന്ദർഭം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഭാഗം പാർട്ടി പരിശോധിക്കും. മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. ഐക്യത്തോടെ മുന്നേറിയപ്പോഴൊക്കെ നാം ഇവിടെ ഐക്യത്തോടു കൂടി മുന്നേറിയപ്പോൾ ഒരു വൻ വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷിയാണ്. അന്തരിച്ച CPI മുൻ ജനറൽ സെക്രട്ടറി AB ബർദന് പാർട്ടി പ്രവർത്തകരുടെ അന്ത്യാഞ്ജലി. മൃതദേഹം നാളെ CPI ദേശീയ ആസ്ഥാനമായ അജോയ് ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം. ധിഷണയോടെ പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു AB ബർദനെന്ന് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി കൈരളി പീപ്പിൾ TVയോട് പറഞ്ഞു. ആദർശങ്ങളിൽ ഉറച്ചുനിന്ന വ്യക്തിത്വമായിരുന്നു AB ബർദനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. അന്തരിച്ച CPI നേതാവ് AB ബർദന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും അന്ത്യാഞ്ജലി. ബർദന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. തന്റെ ആദർശങ്ങളിൽ ഉറച്ചുനിന്ന വ്യക്തിത്വമായിരുന്നു ബർദനെന്ന് മോദി അനുസ്മരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ CPI ആസ്ഥാനത്ത് എത്തിച്ചേരുന്നുണ്ട്. നാളെ രാവിലെ 10 മണി മുതൽ CPI കേന്ദ്ര കമ്മിറ്റി ഓഫീസായ അജോയ് ഭവനിൽ AB ബർദന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം നിഗംബോധിലെ വൈദി ശ്മശാനത്തിൽ സംസ്കാരം നടത്തും. തീക്ഷ്ണതയോടെ പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു AB ബർദനെന്ന് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞു. He tried to teach the values of the communists. He is a comrade with authority because of his moral commitment, his simplicity and his dedication to the communist movement. പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 7-ന് ദില്ലി GB പന്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബർദന്റെ നില രാവിലെയോടെ അതീവ ഗുരുതരമാവുകയും രാത്രിയോടെ മരണം സംഭവിക്കുകയുമായിരുന്നു. AB ബർദന്റെ മരണവാർത്തയറിഞ്ഞ് CPI ആസ്ഥാനമായ അജോയ് ഭവനിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പ്രമുഖരാണ് എത്തുന്നത്. ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചന നടത്തി അവർ മടങ്ങുന്നു. CPI ആസ്ഥാനമായ അജോയ് ഭവനിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ഫോൺ കോൾ മുറിഞ്ഞാൽ ഉപഭോക്താവിന് ടെലികോം കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ. മൊബൈൽ ഫോൺ സംഭാഷണങ്ങൾ മുറിഞ്ഞു പോകുന്നത് തുടർക്കഥയായതോടെയാണ് ടെലികോം കമ്പനികൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി ട്രായ് രംഗത്തെത്തിയത്. ഇതു സംബന്ധിച്ച ഉത്തരവ് ട്രായ് പുറത്തിറക്കി. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഫോൺ സംഭാഷണം തടസ്സപ്പെട്ടാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന നിർദ്ദേശത്തെ ടെലികോം കമ്പനികൾ എതിർത്തിരുന്നു. ഒരു കോളിന് ₹1 വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ട്രായ് പറയുമ്പോഴും ഒരു ദിവസം 3 തവണ മാത്രം കോൾ മുറിഞ്ഞതിന് നഷ്ടപരിഹാരം നൽകിയാൽ മതി എന്ന നിർദ്ദേശവും ട്രായ് ടെലികോം കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. ഫെഫ്കയ്ക്ക് ബദലാകാൻ മാഗ്ഡ പുനരുജ്ജീവിപ്പിക്കുന്നു. നിർമ്മാതാക്കളുടെ കരാറിൽ ജോലി ചെയ്യാൻ തയ്യാറെന്ന മാഗ്ഡ ഫെഡറേഷൻ തീരുമാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അറിയിക്കും. ഫെഫ്കയുമായുള്ള തർക്കം സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പുതിയ ഫോർമുലയുമായി മാഗ്ഡ ഫെഡറേഷന്റെ രംഗപ്രവേശം. സിനിമാ നിർമ്മാണം നിലയ്ക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ തൊഴിലാളികളെ ഉൾപ്പെടുത്തി നിർമ്മാണം തുടരാമെന്ന് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി KG വിജയകുമാർ അറിയിച്ചു. നിലവിൽ നിന്നുപോയ ചിത്രങ്ങൾക്ക് അവർക്ക് വേണ്ട ആവശ്യമുള്ള ടെക്നീഷ്യന്മാരെ നമ്മൾ നൽകാമെന്നും അവർ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സേവന വേതന വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ വിട്ടു നൽകാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമ്മതിക്കുമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ അവർക്ക് നമ്മൾ കത്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പ്രവർത്തനം കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കഴിഞ്ഞ യോഗത്തിൽ തന്നെ മാഗ്ഡ ഫെഡറേഷൻ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. പുറമേ നിന്നുള്ള തൊഴിലാളികളെ കരാർ ജോലിക്ക് നിയമിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതിന്റെ തുടർച്ചയായാണ് മാഗ്ഡ ഫെഡറേഷന്റെ പ്രഖ്യാപനം. നാളെ വൈകിട്ട് കൊച്ചിയിൽ ചേരുന്ന യോഗത്തിൽ ഫെഡറേഷൻ ഈ വിഷയം സംബന്ധിച്ച് തീരുമാനമെടുത്ത് നിർമ്മാതാക്കളെ അറിയിക്കും. പിന്നീട് അതിൽ തുടർ ചർച്ച നടത്തേണ്ട ബാധ്യത നിർമ്മാതാക്കൾക്കാണ്. എന്നാൽ ഫെഫ്കയുമായി ചർച്ച നടത്താനുള്ള സാധ്യത അവസാനിച്ചിട്ടില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടനാ പ്രസിഡന്റ് സുരേഷ് കുമാർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മാഗ്ഡയുടെ തീരുമാനം വലിയ ചലനങ്ങൾ ഉണ്ടാക്കില്ല. മുൻനിര നിർമ്മാതാക്കൾ ഫെഫ്കയ്ക്കൊപ്പമാണെങ്കിലും ഫെഫ്കയോട് വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം നിർമ്മാതാക്കളുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
2015 സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പിന്നണി ഗായിക വാണി ജയറാമനും ലഭിച്ചു. മുൻ സാംസ്കാരിക മന്ത്രി MA ബേബി അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. ജനുവരി അവസാന വാരം തിരുവനന്തപുരത്ത് ഡോക്ടർ KJ യേശുദാസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 35 വർഷത്തിലേറെയായി മലയാള സിനിമാ സംഗീതത്തിലെ സജീവ സാന്നിധ്യമാണ് ഔസേപ്പച്ചനെന്ന് ജൂറി വിലയിരുത്തി. മലയാളിക്ക് പ്രിയപ്പെട്ട വാണി ജയറാമിനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. വാണി ജയറാമിൻ്റെ പ്രശസ്തങ്ങളായ പല ഭാഷകളിൽ പാടിയിട്ടുള്ള പാട്ടുകളുണ്ട്. അതുപോലെ ഔസേപ്പച്ചൻ്റെ സംഗീത സംവിധാന ചാതുരിയും നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. ജനുവരി 15 ഗുലാം അലിയുടെ ഗസൽ സന്ധ്യക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് MA ബേബി അറിയിച്ചു. ജനുവരി 15 അദ്ദേഹത്തിൻ്റെ ഗസൽ സന്ധ്യ ഉണ്ടാകും. അദ്ദേഹവും പണ്ഡിറ്റ് വിശ്വനാഥും പങ്കെടുക്കുന്ന പരിപാടിയാണ്. ജനുവരി അവസാനം തിരുവനന്തപുരത്ത് ചേരുന്ന സംഗീത സന്ധ്യയിൽ സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം സമ്മാനിക്കും. സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ, കൈരളി TV സീനിയർ ഡയറക്ടർ M വെങ്കിട്ടരാമൻ, സ്വരലയ ജനറൽ സെക്രട്ടറി EM നജീബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം ആറ്റുകാലിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നാടൻ തത്തകളെ വനം വകുപ്പ് പിടികൂടി. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 100-ലധികം തത്തകളെ പിടികൂടിയത്. ഇന്ത്യൻ തത്തകളെ പിടികൂടുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമാണ്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് നാടൻ തത്തകളെ വിൽക്കാൻ ശ്രമിച്ച തൃശ്ശിനാപ്പള്ളി സ്വദേശികളായ ബാലമുരുകൻ, സുബ്രഹ്മണ്യൻ എന്നിവരെ പിടികൂടി. 100-ൽ പരം തത്തകളെയാണ് ഇവർ വിൽക്കാൻ ശ്രമിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് DFO GR അനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ഇന്ത്യൻ തത്തയെ വിൽക്കുന്നതും വളർത്തുന്നതും ഷെഡ്യൂൾഡ് 4 പ്രകാരം കുറ്റകരം. നമ്മൾ ഈ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരമുള്ള ഈ ചാർജ് ചെയ്യുന്നത്. ഒരു തത്തയ്ക്ക് 750 രൂപ വിലയ്ക്കാണ് ഇവർ വിൽക്കാൻ ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന വനിതാ പാർലമെന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചിത്രകാരികൾ കൊച്ചിയിൽ ഒത്തുചേർന്നു. സ്ത്രീ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ക്യാൻവാസിലേക്ക് പകർത്തി അവർ വനിതാ പാർലമെന്റിന് പിന്തുണ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരും പുതുമുഖങ്ങളുമായ 50ഓളം വനിതാ ചിത്രകാരികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സ്ത്രീ സമൂഹം നേരിടുന്ന ആകുലതകൾ ക്യാൻവാസിലേക്ക് പകർത്തി വരയിലെ രാഷ്ട്രീയം അവർ കുറിച്ചിട്ടു. പ്രശസ്ത ചിത്രകാരികളായ ബിന്ദി രാജഗോപാൽ, ശ്രീജ പള്ളം, വിക്ടോറിയ, ജലജ തുടങ്ങിയവർ വനിതാ പാർലമെന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തി. ഞാനിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇത് വളരെ ഒരു എന്താ പറയുക, ഒരു റെവല്യൂഷനായിട്ടുള്ള ഒരു വേദിയാണെന്ന് തോന്നുന്നു. സ്ത്രീകളിങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കാനും പുറത്തേക്ക് ഇറങ്ങി വരിക. വനിതാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുജ സൂസൻ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. MC ജോസഫൈൻ, P രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 6 നെടുമ്പാശ്ശേരിയിലെ സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വനിതാ പാർലമെന്റിനോടനുബന്ധിച്ച് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമല മേൽശാന്തിയുടെ പേരിൽ വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടക്കുന്നതായി സംശയം. മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിയുടെ പേരിൽ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിടങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നതായാണ് സൂചന. ഇത് സംബന്ധിച്ച മേൽശാന്തി സന്നിധാനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഒരു തീർത്ഥാടകന്റെ പക്കലാണ് ശബരിമല മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരി തന്റെ പേരിലുള്ള വ്യാജ വിസിറ്റിംഗ് കാർഡ് ആദ്യം കണ്ടത്. അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മേൽശാന്തിയുടെ അടുത്ത ആളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് കാർഡ് തന്നതെന്നായിരുന്നു മറുപടി. കാർഡിൽ ഇയാളുടെ ഫോൺ നമ്പറുമുണ്ട്. ഒപ്പം മേൽശാന്തിയുടെ ഉപയോഗത്തിലില്ലാത്ത 2 നമ്പറുകളും. കാർഡിന്റെ മറുവശത്ത് തെറ്റായ ഫോൺ നമ്പർ അടക്കം മേൽശാന്തിയുടെ മേൽവിലാസവും കൊടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ ചില തീർത്ഥാടകരും സമാനമായ വിസിറ്റിംഗ് കാർഡ് മേൽശാന്തിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതോടെയാണ് വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ച് തന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതായുള്ള സംശയം ബലപ്പെട്ടതെന്ന് മേൽശാന്തി പറയുന്നു. ഇതൊക്കെ എന്താ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ വ്യക്തി ആ സമയം നോക്കി ആ കോൺടാക്ട് നമ്പറിൽ വിളിക്കുമ്പോൾ ശബരിമലയിലുള്ള പൂജ ബുക്കിങ്ങിനോ അതല്ലെങ്കിൽ മറ്റു പൂജകൾക്കോ ആയിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് മേൽശാന്തി സന്നിധാനം പോലീസിൽ പരാതി നൽകി. നേരത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് തീർത്ഥാടകരിൽ നിന്നും പണം തട്ടുന്ന സംഘം സന്നിധാനത്ത് പിടിയിലായിരുന്നു.
സമാന രീതിയിലുള്ള തട്ടിപ്പാണ് മേൽശാന്തിയുടെ പേരിലുള്ള വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചും നടക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.